Praise the Lord. Hallelujah. 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനാധ്വനി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ, ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ പ്രാർത്ഥനാധ്വനിയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ ഗുജറാത്ത്, അതുപോലെ മറ്റ് ഭാരവാഹികൾക്കും എനിക്ക് ഇന്നത്തെ ഈ അവസരം തന്നതിന് ഞാൻ അവർക്ക് നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ഈ പേജിലൂടെ ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ. എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവം നമ്മളെയൊക്കെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ഒരുമിച്ച് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. ഹല്ലേലൂയ. ഈ മാസത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നാം എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിഷയം ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ള വിഷയമാണ്. ബി ലെഡ് ബൈ സ്പിരിറ്റ്, ബി ലെഡ് ബൈ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക ദൈവദാസന്മാർ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. നാം ദൈവവചനത്തിൽ നിന്ന് ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കുകയുണ്ടായി. ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നതായ സമയത്തിന്റെ പരിധിക്ക് നിന്നുകൊണ്ട് ഞാനും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി അല്പകാര്യങ്ങളും എല്ലാവരുമായി ഷെയർ ചെയ്തതിനു ശേഷം ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ദൈവസന്നിധിയിൽ അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കതിനായി ഇന്നത്തെ വായിക്കേണ്ടതായ വാക്യം, ഇന്നത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ആ വാക്യം ഇപ്രകാരം വായിക്കാം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിക്കാം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വായിച്ചു കേട്ടതായ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ യേശുക്രിസ്തു അല്ലെങ്കിൽ തൻ്റെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ യേശുക്രിസ്തു ഇവിടുന്ന് കടന്നു പോയതിനു ശേഷം യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയതിനു ശേഷം നമ്മളെ അല്ലെങ്കിൽ തൻ്റെ ദൈവമക്കളുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മളുടെ മേൽ അയക്കുകയുണ്ടായി. ഈ സമയം വരെയും നമ്മളെ നിയന്ത്രിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ്. നാം നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് ധാരാളം ലീഡേഴ്സിനെ കാണുവാൻ സാധിക്കും. ധാരാളം ആളുകൾ നമ്മളെ നയിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഒരു രാജ്യത്തെ നയിക്കുന്ന അതിൻ്റെ പ്രധാനമന്ത്രിയോ അതിൻ്റെ പ്രസിഡന്റോ ഉണ്ടാവാം. ഒരു ആർമിയെ നയിക്കുന്ന അതിൻ്റെ കമാൻഡർ ഉണ്ടാവാം. ഒരു കമ്പനിയെ നയിക്കുന്ന CEO, അതിൻ്റെ ഡയറക്ടർ, അങ്ങനെ ആൾക്കാരുണ്ട്. കുറേ ആടുകളെയും മറ്റ് ഈ കാറ്റിൽ ഫീൽഡ് ലൈഫ് സ്റ്റോക്കിനെയൊക്കെ നയിക്കുന്നതായ ഇടയന്മാരെ നാം കണ്ടിട്ടുണ്ട്. സ്പോർട്സ് നാം എടുത്തു നോക്കിയാൽ ഫുട്ബോള്, ക്രിക്കറ്റ്, ഹോക്കി എന്നിവ അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റം നയിക്കുന്നതായ നായകന്മാരെ, ഒരു ക്യാപ്റ്റനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ എല്ലാ നായകന്മാരുടെയും ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോട്, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് താങ്കൾ ആ ദൗത്യം നിർവഹിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ഒരു വികസന രാജ്യമാക്കി അദ്ദേഹം കാണുന്നതായ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ ആ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുവാൻ അദ്ദേഹം പ്രയത്നിക്കുന്നത് നമുക്ക് കാണുവാൻ
ഒരു ആട്ടിടയൻ തന്റെ ആടുകളെ നയിക്കുന്നത് പച്ചപ്പ് ഉള്ള സ്ഥലങ്ങളിലേക്ക് അതിനെ നയിക്കുന്നു, അതുങ്ങളെ വിശ്രമിക്കേണ്ടതിന് വേണ്ടി അതിനെ നയിക്കുന്നു. ഒരു നല്ല ഒരു ആട്ടിടയൻ അതുങ്ങളെ സ്നേഹിച്ച് അതുങ്ങളെ നയിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമ്മുടെ മേൽ നമ്മുടെ നടുവിലേക്ക് അയക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മുടെ നടുവിലേക്ക് അയക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ നടുവിലേക്ക് അയച്ചത്. ആ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ എന്തായിരുന്നു ഉദ്ദേശം എന്നത് നാം മനസ്സിലാക്കേണ്ടത് നമ്മളെ നിത്യതയിൽ എത്തിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നാം നിത്യത നഷ്ടപ്പെട്ടു പോകാതെ ഈ വഷളായ ലോകത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം ധന്യമായി മുന്നോട്ട് പോകേണ്ടതിന് നമുക്ക് സമയാസമയങ്ങൾ ആലോചന പറഞ്ഞു തരേണ്ടതിനും സമയാസമയങ്ങളിൽ നമ്മളെ നടത്തേണ്ടതിനുമാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ, നാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നവരാണെങ്കിൽ, നമ്മൾ നിത്യതയിൽ എത്തിച്ചേരും വരെ നമ്മളെ നയിക്കുവാൻ ഹല്ലേലൂയ നമ്മളിൽ ശക്തനായ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ നടുവിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം പഴയ നിയമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യഹോവയായ ദൈവം തൻ്റെ നേരിട്ടുള്ള ലീഡർഷിപ്പിലായിരുന്നു തൻ ജനമായ ഇസ്രായേലിനെ നടത്തിക്കൊണ്ടു പോകുന്നത്. യഹോവയായ ദൈവം തന്റെ നേരിട്ടുള്ള ലീഡർഷിപ്പിൽ ഇസ്രായേലിനെ നടത്തുമ്പോൾ ഇസ്രായേലിന് വേണ്ടത്, അല്ലെങ്കിൽ തന്റെ ജനമായ ഇസ്രായേലിന് ആവശ്യമായ ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്നത് താൻ മോശയിലൂടെയും പുരോഹിതന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും അതുപോലെ തന്നെ ഉപദേഷ്ടാക്കന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും പല സമയം യഹോവയായ ദൈവം അവർക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവയായ ദൈവത്തിന്റെ ഡയറക്റ്റ് ലീഡർഷിപ്പിലായിരുന്നു തന്റെ ജനമായ ഇസ്രായേൽ നടന്നുകൊണ്ടിരുന്നത്. പുതിയ നിയമം കടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു താൻ നിന്നതായ സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് രക്ഷ എന്ന ആ ഉദ്ദേശത്താൻ രക്ഷയിലേക്ക് തന്റെ ജനത്തെ നയിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഈ സമയം വരെയും തന്റെ മക്കളായ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ ഓരോരുത്തരെയും നയിക്കേണ്ടതിന്, നമ്മളെ ഓരോരുത്തരെയും നിയന്ത്രിക്കേണ്ടതിന് യേശു ക്രിസ്തു ഈ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമ്മുടെ നടുവിലേക്ക് അയക്കുകയുണ്ടായി. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ് ഈ സമയം വരെയും നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്നത്. നാം യേശുക്രിസ്തുവിന്റെ ജീവിതം എന്ന് എടുത്തു നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യ പ്രകാരമാണ് പറയുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. യേശുവിന്റെ തന്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ തന്നെ, തന്റെ മിനിസ്ട്രി തുടങ്ങുന്ന സമയം തന്നെ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തുടങ്ങി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഈ യോർദാൻ വിട്ട് താൻ മിനിസ്ട്രിയിലേക്ക് കടക്കുമ്പോൾ തന്നെ താൻ 40 ദിവസം സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുകയുണ്ടായി. അതിന്റെ 14-ാമത്തെ വാക്യം നാം 4-ാം അധ്യായം ലൂക്കോസ് 4-ന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ പരിശുദ്ധ ആത്മാവിന്റെ നിറവ് ഉണ്ടാവണം. നാം പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് നാം നാം ആയിത്തീർന്നാൽ നാം പരിശുദ്ധാത്മാവിനെ നടക്കുവാൻ തുടങ്ങും. നാം പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിനെ നടക്കുവാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുവാൻ തുടങ്ങും. അങ്ങനെ നാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ വിജയകരമായി മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കും. നിത്യതയിൽ എത്തിച്ചേരുവാൻ, നിത്യത ലക്ഷ്യമാക്കി നാം യാത്ര ചെയ്യുമ്പോൾ നിത്യത നഷ്ടമാകാതെ നിത്യതയിൽ എത്തിച്ചേരുവാൻ ആ പരിശുദ്ധാത്മാവ് നമുക്ക് ദിവസവും ആലോചന പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോസ്തലന്മാരുടെ ജീവിതം നാം എടുത്തു നോക്കിയാൽ, അപ്പോസ്തലന്മാർ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഒന്നിനും വിചാരപ്പെടേണ്ടായിരുന്നു. അവർക്ക് ദിവസവും ഭക്ഷണം ലഭിക്കുന്നുണ്ട്, രോഗസൗഖ്യമുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ യേശു ക്രിസ്തു പോയതിനു ശേഷം അല്പം ഭീരുക്കളായ ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അല്പം ഭീരുക്കളായ ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഭയമില്ലായിരുന്നു. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വെറും സാധാരണക്കാരായി നടക്കുന്നതായ ശിഷ്യഗണത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
എന്നാൽ യേശു ക്രിസ്തു അവരിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്തതിനു ശേഷം അവരോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോരുത്, ഉയരത്തിലെ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ തന്നെ പാർക്കണമെന്ന്. അങ്ങനെ അവർ യെരൂശലേമിൽ പാർത്ത് മർക്കോസിന്റെ മാളിക മുറിയിൽ നമുക്കറിയാം അവർക്ക് പരിശുദ്ധ അഭിഷേകം നിറഞ്ഞതിന് ശേഷം, അവർ പരിശുദ്ധ അഭിഷേകത്താൽ നിറഞ്ഞതിന് ശേഷം നാം കാണുന്നതായ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ യേശു പോയതിനു ശേഷം ഭീരുക്കളായിരുന്ന ശിഷ്യന്മാർ, വെറും സാധാരണക്കാരായിരുന്ന ശിഷ്യന്മാർ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവർ അസാധാരണക്കാരായ മനുഷ്യരായി മാറുവാൻ തുടങ്ങി. അവരുടെ കൈകളിൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വരുവാൻ തുടങ്ങി. അവരുടെ വാക്കുകളിൽ നിന്ന് അവരുടെ വാക്കുകൾ മൂർച്ചയുള്ള വാക്കുകളായി തീരുവാൻ തുടങ്ങി. അവർ പോകുന്ന സ്ഥലങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ വേണ്ടി തുടങ്ങി. അതിലുപരി അവർ ശക്തമായി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി തുടങ്ങി. അവർ ഓരോ പത്രോസുമൊക്കെ പ്രസംഗിക്കുന്ന ഓരോ പ്രസംഗത്തിൽ 3000-4000 ആളുകൾ ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർക്ക് അതിന് സാധിച്ചു. നാം പ്രിയ ദൈവമക്കളെ, നാം അവരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 4-ാം അധ്യായം അതിന്റെ ലൂക്കോസ് 4-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ആണ് തോന്നുന്നു. ഞാൻ അത് തന്നെ, അതിന്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരുമെന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, കൂടി നിന്നിരുന്ന ജനം, സമൂഹം, ദൈവത്തിന്റെ ശക്തി അറിയത്തില്ലാത്തൊരു സമൂഹം അവരുടെ ചുറ്റും കൂടി നിന്നപ്പോൾ അവർ വിചാരിച്ച് ഇവർ വെറും സാധാരണക്കാരായ മനുഷ്യനാണ്. അവർ സാധാരണ മനുഷ്യരായിട്ട് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരുടെ കൈകളാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വരുവാൻ തുടങ്ങി. അവരുടെ വാക്കുകളിൽ നിന്ന് വളരെ മൂർച്ചയേറിയ വാക്കുകൾ പുറപ്പെടുവാൻ തുടങ്ങി. അതിലുപരി അവർ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തെ വളരെ ആഴമായി പ്രസംഗിക്കുവാൻ വേണ്ടി തുടങ്ങി. അവർ വാക്കുകളിലെ ജ്ഞാനം, അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം കണ്ടിട്ട്, അവരുടെ വാക്കുകളുടെ ആ ചാതുര്യം കണ്ടിട്ട്, അവരുടെ ധൈര്യം കണ്ടിട്ട് ജനം ആശ്ചര്യപ്പെട്ടു. അവർ പറയുന്നത് ഇവർ സാധാരണക്കാരായ മനുഷ്യരാണ്, ഇവർ പഠിപ്പില്ലാത്തവരായ മനുഷ്യരാണ്, ഇവർക്ക് എവിടുന്ന് ഈ ജ്ഞാനം കിട്ടി, ഇവർക്ക് എവിടുന്ന് ഈ ധൈര്യം കിട്ടി? മഹാപുരോഹിതന്മാരുടെ മുന്നിലും റോമൻ ഗവൺമെന്റിന് മുന്നിലും ഉറച്ചു നിന്നുകൊണ്ട്, ധൈര്യത്തോടെ നിന്നുകൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ എൻ്റെ ക്രിസ്തുവിനെ തന്നെ പ്രസംഗിക്കും. അത് ഇനി ജയിലായാലും ശരി, അത് ഞങ്ങളുടെ തല പോയാലും ശരി, ഞങ്ങളെ കൊന്നാലും ശരി, ഞങ്ങളെ ഉപദ്രവിച്ചാലും ശരി, ഞങ്ങളെ കാരാഗൃഹത്തിൽ ഇട്ടാലും ശരി, ഞങ്ങൾ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുമെന്ന് വളരെ ധൈര്യത്തോടെ അധികാരികളുടെ മുന്നിൽ പോലും പറയാൻ വേണ്ടിയിടയായി. ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? അവരെ ധൈര്യമാക്കി, അവരെ ശക്തനാക്കിയത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അതിന്റെ നിറവും അതിന്റെ നിയന്ത്രണത്തിലും അവർ നടന്നതുകൊണ്ടാണ്. പ്രിയദൈവമക്കളെ, നാം ദൈവത്തിന് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ദിനം തോറും നടത്തുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് നമുക്ക് ദിനം തോറും ബുദ്ധി ഉപദേശിച്ചു തരും. ദിനം തോറും നാം എങ്ങനെ നടക്കണം, നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്രകാരം മുന്നോട്ട് പോകണമെന്ന് നമുക്ക് ഓരോ ദിവസവും ആലോചന പറഞ്ഞു തരുന്നതാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആ ആത്മാവിനെ നാം നിറയുകയാണെങ്കിൽ, ആത്മാവിനെ നാം നയിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് അനുദിനം നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് വിജയകരമായി നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. എന്തിനാണ് നാം ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നാം ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കേണ്ടത്? ഒന്ന്, ആത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്തിനു വേണ്ടി? ആത്മാവിനെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അവരെ ഉപദേശിച്ചു കൊടുക്കുകയാണ്: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ നടക്കണം. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹത്തെ എന്ത് ചെയ്തില്ല? നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. നമുക്കതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ആ ജഡത്തിന്റെ മോഹങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. സമയത്തിന്റെ പരിമിതിക്കുള്ളത് കൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ താഴോട്ട് വായിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിന്റെ ആലോചന അനുസരിച്ചാണ്, അല്ല നാം ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ നാം ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാത്തവരായിത്തീരും.
നാം ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെടാത്തവരായിത്തീരും. ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതായി മാറണം. അതാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകേണ്ടത്. അതാണ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നതായ ഒരു ജീവിതം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അത് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. റോമർ 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. പ്രിയതമക്കളെ, നാം ദൈവമക്കളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, നാം ദൈവമക്കളാണെന്ന് സാക്ഷ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, നാം ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ആയിത്തീരട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ ആവട്ടെ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവ് തന്നെ ആവട്ടെ നമ്മുടെ ജീവിതം നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് തന്നെ ആകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകളും വെക്കുവാൻ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവമക്കളാകുവാൻ അവകാശം തന്നിട്ടുണ്ടെങ്കിൽ നാം ദൈവമക്കളായി തീരുവാൻ ആ ആത്മാവ് നമ്മളിൽ വസിക്കട്ടെ. ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതിനുശേഷം ഇപ്രകാരമാണ് റോമർ 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറഞ്ഞത്: അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ, നാം പലരും ബലഹീനരായി തീർന്നു പോകുമ്പോൾ, നാം എല്ലാം പല സാഹചര്യങ്ങളിൽ നാം ബലഹീനരായി മാറിപ്പോകുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മുടെ എങ്കിൽ, ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണ് നമുക്കുള്ളത്. നമുക്കെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ലാത്ത സാഹചര്യങ്ങളിൽ, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് നാം മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയത്തില്ലാത്ത സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, പ്രാർത്ഥിപ്പിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന, പ്രാർത്ഥിപ്പിക്കാൻ നമ്മുടെ ഉള്ളിൽ പ്രേരണ തരുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമുക്ക് ആ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ലോകമോഹങ്ങളെ വിട്ട് ലോകമോഹങ്ങൾക്ക് അടിമകളാകാതെ നമുക്ക് ജീവിക്കുവാൻ പറ്റും. ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് അവകാശമുണ്ട്. ആ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധ ആത്മാവാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിലായി മുദ്രയിട്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നാണ് എഫേസ്യ ലേഖനത്തിലൂടെ പൗലോസ് നമ്മളെ ആലോചന പറഞ്ഞു തരുന്നത്. കാരണം എന്താണ്? അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. നമ്മളെ വീണ്ടെടുപ്പിൻ്റെ നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കാതെ മുന്നോട്ട് കടന്നു പോകും. നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കടന്നു പോകട്ടെ. നമ്മളെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം നയിക്കപ്പെടുമാറട്ടെ. അതിനാൽ നമ്മുടെ ജീവിതം എന്ത് ചെയ്യട്ടെ? നയിക്കപ്പെടുമാറാകട്ടെ. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ആത്മാവിന്റെ ഫലവും സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത എന്ന് നമുക്ക് താഴോട്ട് വായിക്കാൻ സാധിക്കും. അപ്പൊ ആത്മാവ് നമ്മളിൽ നിറഞ്ഞവരാണെങ്കിൽ, ആത്മാവ് നമ്മളെ നയിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി സാധിക്കും. ഈ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാം കണ്ടുവരേണ്ടത്. ഒരു പരിശുദ്ധാത്മാവാണ് നാം, ആ ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ ദൈവമക്കളായി തീരുവാൻ നമുക്ക് അവകാശം ദൈവം തന്നിട്ടുണ്ട്. നാം ലോകമോഹങ്ങളിൽ അടിമപ്പെട്ടു പോകാതെ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുവാൻ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നുണ്ട്. നാം അപ്പോസ്തലന്മാരുടെ ജീവിതം നാം കണ്ടല്ലോ. അവരെപ്രകാരമാണ് ആത്മാവിനെ നയിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. യോഹന്നാനെ നമ്മൾ എടുത്തു നോക്കിയാൽ, യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ കിടക്കുന്ന സമയത്ത് ചുറ്റും മറ്റ് വന്യമൃഗങ്ങളും തൻ്റെ പ്രായത്തിൻ്റെ ബലഹീനതയുമുണ്ട്. ഏകദേശം 95 വയസ്സുള്ള ആ അപ്പോസ്തലനായപ്പോൾ യോഹന്നാൻ അവിടെ കിടക്കുമ്പോൾ യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ബലഹീനത
അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വയസ്സ് അല്ലെങ്കിൽ ഏജ് അദ്ദേഹത്തെ തളർത്തുന്നുണ്ടാവും. ബലഹീനത അദ്ദേഹത്തെ തളർത്തുന്നുണ്ടാവാം. ചുറ്റും കണ്ണോടിച്ചാൽ വന്യമൃഗങ്ങൾ, ഒരു ഭീകര അന്തരീക്ഷം അദ്ദേഹത്തെ തളർത്തുന്നുണ്ടാകും. അതിലുപരി എപ്പോഴോ കിട്ടുന്ന ആഹാരം എപ്പോഴും അവിടെ കിട്ടാറില്ല. വല്ലപ്പോഴും കൊണ്ടുത്തന്നെ കൊടുക്കുന്നതായ ആഹാരം, അത് കിട്ടിയാലായി കിട്ടിയില്ലാതായി. പ്രായാധിക്യത്തിൽ കിടക്കുന്നതായ യോഹന്നാൻ ഇതെല്ലാം മറന്നു വെച്ചുകൊണ്ട്, ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. നമുക്ക് ബാക്കി വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൂതൻ ആ യോഹന്നാന് ദർശനം കൊടുക്കുവാനിടയായി. ഇനി വരുവാനുള്ള കാലത്ത്, ഇനി വരുവാനുള്ള ലോകത്ത് സംഭവിക്കുവാനുള്ള നിത്യതയ്ക്ക് മുമ്പ് ഈ ലോകത്ത് വരുവാനുള്ള കാര്യങ്ങളെ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ഇടയായി. താൻ കണ്ട ദർശനത്തെ ഒരിക്കലും ചിന്തിക്കരുത്. പത്മോസിൽ ഇരുന്ന് തന്നെ അദ്ദേഹം ആ വെളിപ്പാട് പുസ്തകം എഴുതിയെന്ന് നാം ചിന്തിക്കരുത്. പത്മോസിൽ നിന്ന് തന്നെ എഫെസോസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ എഫെസോസിൽ ഇരുന്നു കൊണ്ടാണ് താൻ പത്മോസിൽ കണ്ടതായ ദർശനത്തെ റീകളക്ട് ചെയ്തുകൊണ്ട് ഈ വെളിപ്പാട് എഴുതുവാൻ വേണ്ടി തുടങ്ങി. നാം വെളിപ്പാട് പുസ്തകം നാം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നാം ഒരു 5-6 പ്രാവശ്യം വായിച്ചു നോക്കിയാലും നമുക്ക് അതിൻ്റെ അകത്തെ പല കാര്യങ്ങളും മനസ്സിലാകത്തില്ല. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് ഒത്തിരി സംഖ്യകളുടെ കണക്കുകളുടെ കാര്യങ്ങൾ ഒത്തിരി പറയുന്നുണ്ട്. 7 സഭ, 7 മുദ്ര, ദൂതന്മാർ, 10 കൊമ്പ്, അങ്ങനെ സംഖ്യകളുടെ അനേകം കണക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. യോഹന്നാനെ ഒന്ന് എടുത്തു നോക്കി. എഫെസോസിലിരിക്കുന്ന യോഹന്നാൻ പണ്ട് പത്മോസിൽ കണ്ടതായ ദർശനം ഓർത്തെടുത്തുകൊണ്ട് ആ സംഖ്യകളിൽ ഒന്നും കുറയാതെ, അതിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒന്നും കുറവ് വരാതെ കണ്ട ദർശനത്തെ അതേപടി എഴുതുവാൻ യോഹന്നാനെ പ്രേരിപ്പിച്ച പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു ശക്തി, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയന്ത്രണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആലോചന ആ യോഹന്നാൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഞാൻ ആദ്യം തന്നെ ദൈവവചനത്തിൽ നിന്ന് വായിച്ചല്ലോ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. യോഹന്നാന്റെയും പത്രോസിനെയും കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞത് ഇവർ വെറും സാധാരണക്കാരാണ്, ഇവർ പഠിപ്പില്ലാത്തവരാണ്. എങ്കിൽ നാം ഓർത്തു നോക്കി, യോഹന്നാൻ പത്മോസിൽ അല്ലെങ്കിൽ എഫെസോസിലിരിക്കുന്ന യോഹന്നാൻ, ഈ യോഹന്നാൻ തന്നെയല്ലേ എഫെസോസിലിരിക്കുന്നത്. ഇവൻ സാധാരണക്കാരനാണ്. ജനങ്ങളുടെ ഭാഷ, സമൂഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് ഇവൻ പഠിപ്പില്ലാത്തവനാണ് യോഹന്നാൻ. സാധാരണപ്പെട്ട മനുഷ്യനാണ് സമൂഹത്തിന്റെ ഭാഷയിൽ. പക്ഷെ സാധാരണക്കാരനായ യോഹന്നാനെ അസാധാരണക്കാരനാക്കി മാറ്റി. പഠിപ്പില്ലാത്ത യോഹന്നാനെ ദൈവിക ജ്ഞാനത്താൽ നിറച്ച്, പ്രായം തളർത്തിയ യോഹന്നാനെ ബലഹീനതയിൽ തുണനിന്ന് പരിശുദ്ധാത്മാവ് താൻ കണ്ടായ ദർശനത്തെ റീകളക്ട് ചെയ്തുകൊണ്ട് ആ ദർശനം എഴുതി കംപ്ലീറ്റ് ചെയ്യുവാൻ തന്നിൽ പ്രേരിപ്പിച്ച ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ഇപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ, നാം ദൈവസന്നിധി വളരെ സമർപ്പണമുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ, നാം ദൈവസന്നിധിയിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരായി തീരുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് അനുദിനം മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. കാരണം അതാണ് പൗലോസ് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ ആത്മാവ് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡമോഹത്തെ വിട്ട് അകന്നുകഴിക്കും. അപ്പം നാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തല്ല ആ ശക്തിയാലാണ്, ആ നിയന്ത്രണത്തിലാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി സാധിക്കും. യേശു തൻ്റെ ഈ ലോക ജീവിതത്തിൽ പ്രത്യേകിച്ച് യേശു ഇപ്രകാരമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവരോട് പറഞ്ഞു കൊടുത്തത്. ഞാൻ ആദ്യം തന്നെ വായിച്ച ആ വാക്യത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൻ്റെ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് ഇപ്രകാരം കാണുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. യേശുക്രിസ്തു ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്.
ഇതൊരു ഉദാഹരണമായിട്ട് നമുക്കെടുത്ത് നോക്കിയാൽ യഹൂദന്മാരുടെ കല്യാണം അല്ലെങ്കിൽ ജൂവിഷ് മാരേജ് നമുക്കെടുത്ത് നോക്കാം. യഹൂദന്മാരുടെ കല്യാണം നടക്കുന്നത് വളരെ ചെറുപ്പകാലത്തിൽ തന്നെ അവർ ഈ വിവാഹ നിശ്ചയം നടത്തിവെക്കും. വരൻ്റെ കൂട്ടർ പിതാവും ആ വീട്ടുകാരും കൂടെ ചേർന്ന് വരനായി ഒരുക്കിയിരിക്കുന്ന വധുവിൻ്റെ വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം, ആ വീട്ടുകാരുമായി വിവാഹ നിശ്ചയം നടത്തിയിട്ട് ആ പെൺകുട്ടിക്ക് വരൻ മോതിരവും അതുപോലെ തന്നെ കുറച്ച് സമ്മാനങ്ങളും കൊടുത്തിട്ട് കടന്നു പോകും. ആ കടന്നു പോകുന്ന വരൻ അല്ലെങ്കിൽ ആ മണവാളൻ, അന്നു മുതൽ ഇവർ മണവാളനും മണവാട്ടിയുമായിട്ടാണ് സമൂഹം അവരെ കാണുന്നത്. അന്നു മുതൽ അവർ മണവാളനും മണവാട്ടിയുമാണ്. ആ പെങ്കൊച്ച് ജീവിക്കേണ്ടത് ഒരു മണവാട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടിയാണ് ആ പെങ്കൊച്ച് ആ വീട്ടിൽ ജീവിക്കേണ്ടത്. എന്നാണെന്നറിയത്തില്ല മണവാളൻ വന്ന് ഈ കുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ മണവാട്ടിയുടെ ഈ വധുവിൻ്റെ വീട്ടുകാർ, അവരുടെ അപ്പനമ്മമാർ അവരോട് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കും, ഒരുപക്ഷെ ഇന്ന് രാത്രിക്കായിരിക്കും നിന്റെ മണവാളം വരുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. നീ വിളക്കിൽ എണ്ണയൊഴിച്ച് അത് കത്തിക്കുന്ന വിളക്കായി നിന്റെ വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി നീ നല്ല വസ്ത്രം ധരിച്ച് മണവാളിനെ എതിരേൽക്കാൻ വേണ്ടി ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് ഓരോ ദിവസവും ആ കൊച്ചിനെ അവർ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. ഈ പോയ മണവാളൻ തൻ്റെ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ എന്നാണ് കടന്നുപോയി പിന്നെ മണവാട്ടിയെ വിളിക്കേണ്ടതെന്ന് മണവാളൻ അറിയത്തില്ല. തൻ്റെ പിതാവാണ് ആ കാര്യം നിർവഹിക്കുന്നത്. ആ പിതാവിൻ്റെ സമയമാണ് പിതാവാണ് അതിൻ്റെ സമയം നിശ്ചയിക്കുന്നത്. ഈ മണവാളൻ കടന്നുപോയതിനു ശേഷം ആ നാട്ടിൽ ചെന്ന് തൻ്റെ നാട്ടിൽ ഇവർക്ക് വിവാഹശേഷം താമസിക്കേണ്ടതിന് വേണ്ടി ഒരു വീട് അവൻ പണിയുവാൻ വേണ്ടി തുടങ്ങും. ഇവൻ വളരെ ചെറിയ പ്രായമായതുകൊണ്ടും ഇവന് സാമ്പത്തിക നന്മകളൊന്നും അവന് വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇവന് ഒറ്റയ്ക്ക് ഒരു വീട് പണിയാൻ വേണ്ടി സാധ്യമല്ല. അത് ഈ പയ്യൻ അല്ലെങ്കിൽ ഈ മണവാളൻ ചെറുക്കൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തൻ്റെ പട്ടണവാതുക്കൾ, തൻ്റെ വീടിൻ്റെ വാതുക്കൽ ഇരുന്നിട്ടതിന് ശേഷം അവനെ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും ഇവനൊരു മണവാളനാണെന്ന്. അവൻ്റെ വേഷത്തിലും അവൻ്റെ ഭാവത്തിലും അവർക്ക് മനസ്സിലാകും. അവൻ ആ വീടിൻ്റെ വാതുക്കലും പട്ടണത്തിലുമൊക്കെ ഇരുന്നിട്ട് അവർ വഴി പോകുന്ന ആളുകളോട് ഇപ്രകാരം പറയും: നിങ്ങൾ വഴി നടന്ന് ക്ഷീണിച്ചവരല്ലേ, നിങ്ങൾ കടന്നു വരൂ, എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരൂ. അവിടെ അല്പസേരം വിശ്രമിച്ചതിന് ശേഷം അല്പം ആഹാരം കഴിച്ച് അല്പം വെള്ളം കുടിച്ച് നിങ്ങളുടെ ക്ഷീണത്തെ അകറ്റിയിട്ട് നിങ്ങൾക്ക് കടന്നു പോകാമെന്ന് അവർ ആ മണവാളൻ ആൾക്കാരോട് പറയും. അത് കേൾക്കുന്ന പല ജനങ്ങളും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലും. അവിടെ ഇരുന്ന് ക്ഷീണം അകറ്റിയിട്ട് കടന്നു പോകുമ്പോൾ ഇവൻ മണവാളനാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് അവൻ്റെ കയ്യിൽ എന്തെങ്കിലും നന്മകൾ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ആ നന്മ ഈ മണവാളൻ തൻ്റെ പിതാവിനെ കൊണ്ട് ഏൽപ്പിക്കും. ആ പിതാവ് എത്ര കിട്ടിയിട്ടുണ്ടോ അത്ര പിതാവിൻ്റെ സൈഡിൽ നിന്നും കിട്ടിയിട്ട് പിതാവ് ഒരു വീട് ഇവന് വേണ്ടി പണിയുവാൻ വേണ്ടി തുടങ്ങും. ആ വീടിൻ്റെ പണി എന്ന് പൂർത്തിയാകുന്നു, പിതാവ് എന്ന് നിശ്ചയിക്കുന്നു, അന്ന് ഇവർ കടന്നുപോയി ആ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുവരും. പക്ഷെ ഇതിൻ്റെ നടുവിൽ ഈ മണവാളനും കുടുംബത്തിനും മണവാട്ടിയുടെ കുടുംബത്തിനും മധ്യതയിൽ പിതാവ് തൻ്റെ ഏറ്റവും അടുത്തൊരു വിശ്വസ്തനെ, തൻ്റെ ഈ മണവാട്ടിയുടെ കുടുംബത്തെ നോക്കി അവരുടെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു മനുഷ്യനെ, തൻ്റെ ഒരു വിശ്വസ്തനെ അവിടെ അപ്പോയിന്റ് വെക്കും. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ മണവാട്ടിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അവൾ സമൂഹത്തിൽ ഇറങ്ങുന്നത് ഒരു മണവാട്ടിയുടെ എല്ലാ ഗുണത്തോടും കൂടെയാണ്. അവൾ വീട്ടിൽ ജീവിക്കുന്നത് ഒരു മണവാട്ടിയായിട്ട് തന്നെയാണോ, ഒരാളുടെ മണവാട്ടിയായിട്ട് തന്നെയാണ് അവൾ കുടുംബത്തിൽ ജീവിക്കുന്നത്. ആ ബോധത്തോടു കൂടിയാണ് അവൾ ജീവിക്കുന്നത്. അവൾ ദിവസവും മണവാളനായി കാത്തിരിക്കുന്നുണ്ടോ? അവൻ തൻ്റെ ജീവിതം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആണോ? മണവാളൻ കൊടുത്തതായ സമ്മാനങ്ങളും ആ മോതിരവും അടിഞ്ഞാണോ, അല്ലെങ്കിൽ ആ വസ്ത്രം ധരിച്ചാണോ അവൾ നടക്കുന്നത്? സമൂഹത്തിൽ അവിടെ ഇടപെടലും ഈ വിശ്വസ്തനായ മനുഷ്യൻ നിരീക്ഷിക്കും. വേണ്ട ആലോചനകൾ പലതരത്തിൽ, എന്തെങ്കിലും ആലോചനകൾ ഈ മണവാട്ടിയുടെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണമെന്നെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ കുടുംബത്തിന് ഈ മനുഷ്യൻ ഈ ആലോചന പറഞ്ഞു കൊടുക്കും. ഈ അപ്പോയിന്റ് ചെയ്ത മനുഷ്യനെയാണ് കാര്യസ്ഥനെന്ന് പഴയ നിയമത്തിൽ വിളിക്കുന്നത്. പഴയകാലത്ത് കാര്യസ്ഥനെയാണ് ഈ പിതാവ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതേ ഉദാഹരണം യേശുക്രിസ്തു എടുത്തുകൊണ്ട് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്: ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോവുകയാണ്. ഞാൻ ഭവനം ഒരുക്കാൻ കടന്നു പോവുകയാണ് ഇവിടുന്ന്. ഞാൻ ഭവനം ഒരുക്കിക്കഴിഞ്ഞ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നാണോ അന്ന് ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ പക്കൽ ചേർക്കും. പക്ഷെ അതിനു മുമ്പ്
ഞാൻ ഇവിടുന്ന് കടന്നുപോയാൽ പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് അയക്കും. ആ കാര്യസ്ഥൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പ്രിയതയ മക്കളെ, നാം ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ നടുവിലുണ്ടെങ്കിൽ, പിതാവിൻ്റെ വാഗ്ദത്ത പ്രകാരം കാര്യസ്ഥനെ നമ്മുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്നത് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുവാൻ, നാം നിത്യതയിലേക്ക് എത്തപ്പെടുവാൻ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ, നമ്മളെ പത്യുപദേശത്തിലൂടെ നടത്തുവാൻ, നമുക്ക് മാർഗദർശനം നടത്തി തരുവാൻ, ആലോചന പറഞ്ഞു തരുവാൻ ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ നടുവിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ സഭയാകുന്ന മണവാട്ടിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടൊക്കെ മടങ്ങിപ്പോകുന്നു. എൻ്റെ പിതാവ് എന്നാണോ തീരുമാനിക്കുന്നത്, ഞാൻ മടങ്ങി വരും. അന്ന് സഭയാകുന്ന കാന്തിയെ മധ്യാകാശത്തിൽ വേളി കഴിക്കുവാൻ ഞാൻ കടന്നു വരുന്ന സമയം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം സഭയാകുന്ന മണവാട്ടിയാകുന്ന സഭയാകുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. നാം ഒരു നല്ല മണവാട്ടിയുടെ ഉത്തമ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധ ആത്മാവ്, അത് ഹല്ലേലൂയ, നമ്മളെ ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊരു നിത്യതയിൽ എത്തിച്ചേരുമ്പോഴേയും ഈ ആത്മാവ് നമ്മളെ വഴി നടത്തിക്കൊണ്ടേയിരിക്കും. ഒരു നല്ല മണവാട്ടിയുടെ ഉത്തമ ലക്ഷണങ്ങളും എല്ലാ ഉത്തരവാദിത്വങ്ങളും നമ്മുടെ ഈ ജീവിതത്തിൽ നിർവഹിക്കേണ്ടതിന് എന്നാണോ മണവാളനായ ക്രിസ്തു വെളിപ്പെട്ട് വരുന്നത്, എന്നാണോ മണവാളനായ ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത്, അന്ന് മണവാളനായ ക്രിസ്തുവിനെ വേളി കഴിക്കുവാൻ മണവാട്ടിയാകുന്ന സഭയും ഇവിടുന്ന് എടുക്കപ്പെട്ടു പോകുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകേണ്ടതിന് പിതാവ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ് ആ മണവാളനുമായുള്ള വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി. നമ്മുടെ നിത്യത വരെ നമ്മളെ നയിക്കുന്നതായ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ജീവിതത്തെ അനുദിനം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ മൺപാത്രങ്ങൾ പകർന്നിരിക്കുന്ന ഈ നിക്ഷേപത്തെ, ഹല്ലേലൂയ, ഇത് അത്യന്ത ശക്തിയായി നമ്മൾ പകർന്നിരിക്കുന്ന ഈ നിക്ഷേപത്തെ നിക്ഷേപിച്ച നിക്ഷേപകൻ ഒരിക്കൽ വരും. ആ നിക്ഷേപകൻ നമ്മൾ അത്യന്തം ഈ പകർന്നിരിക്കുന്ന നിക്ഷേപത്തെ കൊണ്ടുപോകുവാൻ വേണ്ടി ഒരിക്കൽ വരും. അങ്ങനെയാണെങ്കിൽ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമായി നമ്മളിൽ തന്നിരിക്കുന്നത്. ആ നിക്ഷേപകൻ ഒരു ഉദ്ദേശമുണ്ട് നമ്മളിൽ ഇത് പകർന്നിരിക്കുന്നതിന്. എന്താണ് ആ നിക്ഷേപകന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? നാം മാലിന്യപ്പെട്ടു പോകാതെ, നാം കൈവിടപ്പെട്ടു പോകാതെ, നാം ലോകമോഹങ്ങൾക്ക് അടിമക്കപ്പെട്ടു പോകാതെ, ലോക ജനതകൾ ജീവിതം നയിക്കുന്ന പോലെ ജീവിതം നയിക്കാതെ ഒരു വിശ്വാസ ജീവിതം, അത് പ്രത്യാശയുള്ള ഒരു ക്രിസ്തീയ ജീവിതം, ലോക മാലിന്യങ്ങളേൽക്കാത്ത ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് മുന്നോട്ട് പോകേണ്ടതിന്, നിത്യത വരെയും നമ്മളെ എത്തിച്ചു തരേണ്ടതിന് ഒരു ഹല്ലേലൂയ മാർഗദർശിയായിട്ട്, ഒരു നല്ല നടത്തിപ്പുകാരനായിട്ട്, ഒരു നല്ല ആലോചനക്കാരനായിട്ട്, നല്ല നായകനായിട്ട് നമ്മളെ നയിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. പൗലോസ് തീമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, സമാധാന സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെ ആത്മാവിനെ തന്നെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. എങ്കിൽ നാം ഭീരുത്തിന്റെ ആത്മാവിനെയല്ല നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. നാം ഭീരുക്കളായിരിക്കുന്ന സമയത്ത് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ശക്തിയുടെ ആത്മാവ് നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. നമ്മുടെ മേൽ ഒരു സ്നേഹത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. നമ്മുടെ മേലൊരു സുബോധത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. എവിടെയൊക്കെ സ്നേഹം നഷ്ടപ്പെട്ടു പോയോ, എവിടെയൊക്കെ അനീതിയാണോ, എവിടെയൊക്കെ നീതി നഷ്ടപ്പെട്ടു പോയോ, എവിടെയൊക്കെ ഹല്ലേലൂയ കരുതൽ കുറഞ്ഞു പോയിട്ടുണ്ടോ, അവിടെയൊക്കെ നമ്മളെ നടത്തേണ്ടതാണ്. നമ്മുടെ ജീവിതം സ്നേഹത്തിലൂടെ നയിക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതം നീതിയിലൂടെ നയിക്കപ്പെടുവാൻ, ഒരു വിശുദ്ധിയിലൂടെ നയിക്കപ്പെടുവാൻ നമ്മളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നാം തളർന്നു പോകുന്ന സാഹചര്യം, പൗലോസിന്റെ ജീവിതം നാം ഒന്നെടുത്ത് നോക്കി. പലവട്ടം അടി ലഭിച്ചു, പലവട്ടം ജയിൽവാസം, കാരാഗ്രഹവാസം അനുഭവിച്ചു, പലവട്ടം പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇതെല്ലാം തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷെ അതിന്റെ മുന്നിലൊന്നും പതറാതെ, അതിന്റെ മുന്നിലൊന്നും ഹല്ലേലൂയ ക്ഷീണിച്ചു പോകാതെ തന്നെ മുന്നോട്ട് നയിച്ചിട്ട് പൗലോസ് പ്രകാരമാണ് തിമോഥെയോസിനോട് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന, മോനെ, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ഹല്ലേലൂയ ഭരിക്കുന്നത്, നമ്മളെ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ശക്തിയുടെ ആത്മാവാണ്, അത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെ ആത്മാവാണ്, അത് ഹല്ലേലൂയ സുബോധത്തിന്റെ ആത്മാവാണ്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേൽ നമ്മുടെ മേൽ വസിക്കുന്നതായ ശക്തിയുടെ ആത്മാവിനാൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കേണ്ടതിന്, സർവായുധവർഗം ധരിക്കേണ്ടതിന് നമ്മുടെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. എവിടെ സ്നേഹം നഷ്ടപ്പെട്ടോ, എവിടെ നീതി നഷ്ടപ്പെട്ടോ, എവിടെ സമാധാനം നഷ്ടപ്പെട്ടോ, അവന്റെ നടുവിൽ നമുക്ക് സ്നേഹമായി സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ ശക്തിയുടെ ആത്മാവിനെയും സ്നേഹത്തിന്റെ ആത്മാവിനെയും സമാധാനത്തിന്റെ ആത്മാവിനെയും ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിട്ടുണ്ട്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതം ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ, അതെന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത് ഹല്ലേലൂയ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ആത്മാവിന്റെ ഫലങ്ങളെ കായ്ക്കുന്നവരായി തീരണം. ആത്മാവിന്റെ ഫലം എന്തെന്നാണ് നമുക്കറിയാം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം നമ്മളിൽ കായ്ക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആത്മാവിന്റെ ഫലം ഹല്ലേലൂയ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം എന്നീ ആത്മാവിന്റെ ഫലങ്ങളെ ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ കായ്ക്കുന്നവരായി തീരട്ടെ. ഒരുപക്ഷെ ആത്മാവിന്റെ വരങ്ങൾ പലതാണ്. പ്രവചനപരമുണ്ട്, അന്യഭാഷ വ്യാഖ്യാനപരമുണ്ട്, അന്യഭാഷയുണ്ട്, അതുപോലെ തന്നെ വിവേചനപരമുണ്ട്. പക്ഷെ ഈ വരങ്ങളൊന്നും എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഫലം എല്ലാവരിലും ഉണ്ടാവണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം ഇത് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എവിടെയൊക്കെ സ്നേഹമില്ലായ്മയുണ്ടോ, എവിടെ സന്തോഷമില്ലാത്തതുണ്ടോ, എവിടെ സമാധാനമില്ലാതെയുണ്ടോ, എവിടെ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തതുണ്ടോ, അവിടെയൊക്കെ നമുക്ക് ദയയും വിശ്വസ്തതയും സമാധാനവും ദീർഘക്ഷമയും സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരേണ്ടതാണ്. ഇതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് ഇത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അതിനാൽ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ആത്മാവിന്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. പൂർവ്വപിതാക്കന്മാർ ആത്മാവിന്റെ സാന്നിധ്യത്താൽ നിറഞ്ഞ് അവരുടെ കൈകളാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം മുന്നോട്ട് നടന്നു കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ ഉയർത്തുന്ന ജീവിതമായി തീരേണ്ടതിന് ഏറ്റവും അവസാനത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അതൊരു മിഷൻ ഉള്ള ജീവിതമായിരിക്കണം. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഉതകുന്നതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഒരു മിഷൻ ചലഞ്ച് ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എന്താണ് മിഷൻ ചലഞ്ച്? ഇപ്രകാരം നമുക്ക് പറയുവാൻ സാധിക്കും: എവിടെയൊക്കെ സമാധാനമില്ലാത്തതുണ്ട്, എവിടെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ട്, എവിടെ നീതി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിൻ്റെ നടുവിൽ നാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നടത്തിപ്പിലും ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, സ്നേഹമില്ലാത്തടത്ത് നമ്മുടെ ജീവിതം അതൊരു മാതൃകയായി തീരട്ടെ. നമ്മുടെ ജീവിതം സ്നേഹം പകർന്നു കൊടുക്കുന്നതായി തീരട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നതായി തീരട്ടെ. ദൈവിക നീതി നടപ്പാക്കുന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതായി തീരട്ടെ. ദൈവസന്നിധി വിശ്വസ്തതയുള്ളൊരു ജീവിതമായി തീരട്ടെ നമ്മുടെ ജീവിതം. അതിലുപരി നമ്മുടെ ജീവിതത്തിലൂടെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പുറപ്പെടുമ്പോൾ, ഈ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ നോക്കി അവർ ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ, നിത്യതയെ അറിയുവാൻ, രക്ഷയെ അറിയുവാൻ നമ്മുടെ ജീവിതം ഒരു മാതൃകയായി തീരട്ടെ. ക്രിസ്തുവിനെ ഉയർത്തുന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മിഷൻ ചലഞ്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ഉയർത്തുക, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ മിഷൻ ചലഞ്ച് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ലോകത്തിൽ നശിച്ചു പോകുന്ന അനേകരെ ക്രിസ്തുവിലേക്ക് നേടേണ്ടത് നമ്മുടെ ജീവിതം ഒരു മാർഗദർശനമായി തീരട്ടെ. ആ അനേകരെ നേടേണ്ടതിന് വേണ്ടിയിട്ട് നമ്മളിൽ വസിക്കുന്നതായ പരിശുദ്ധാത്മാവ് ദൈനംദിനം നമ്മളെ നയിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ ക്രിസ്തുവിനെ പറ്റി അറിയത്തില്ല എങ്കിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, മറ്റൊരുത്തിനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയൂ. പ്രിയജനമേ, ഈ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയൂ. ആ ദൈവത്തിൻ്റെ രക്ഷയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പണമുള്ള ജീവിതമായി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് വിജയകരമായി മുന്നോട്ട് നയിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ഹല്ലേലൂയ. ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ ഒരു വിശ്വസ്തമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തി പകരട്ടെ. ആത്മാവിൻ്റെ ഫലം കഴിക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടട്ടെ. ഹല്ലേലൂയ. എങ്കിൽ നിത്യതയിൽ എത്തിച്ചേരുക, ആ നിത്യത നമുക്ക് കൈവശമാക്കുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദ്ദേശം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും. കാന്തനായ കർത്താവ്, മണവാളനായ ക്രിസ്തു എപ്പോൾ വെളിപ്പെട്ട് വരുമെന്ന് നമുക്കറിയത്തില്ല. എപ്പോഴാണ് മധ്യാകാശത്തിൽ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം നമ്മളോട് ഓർമ്മപ്പെടുത്തിന് വചനത്തിലൂടെ നമ്മളോട് ആലോചന പറഞ്ഞിട്ടാണ് പോയത്. ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കും, അവിടെ നിങ്ങളെയും ചേർക്കേണ്ടതിന് ഞാൻ വേഗം വരും. പക്ഷേ എന്ന് വരുമെന്നറിയത്തില്ല. യഹൂദ, ഞാൻ പറഞ്ഞല്ലോ, യഹൂദ കല്യാണങ്ങൾക്ക് ആ പെൺകുട്ടി റെഡിയായിരിക്കുന്നത് പോലെ ഏത് സമയമാണ് മണവാളൻ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഏത് സമയവും വരുന്ന മണവാളനെ എതിരേൽക്കേണ്ടതിന് ഒരുക്കത്തോടെ നമ്മുടെ വിളക്കുകളിൽ എണ്ണ നിറച്ച് കത്തുന്ന വിളക്കായി മണവാളനെ എതിരേൽക്കേണ്ടതിന് ഹല്ലേലൂയ മണവാട്ടിയായ സഭ ഒരുങ്ങിയിരിക്കേണ്ടതിന്, ഏതു സമയവും ഒരുങ്ങേണ്ടതിന്, നമ്മളെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, നമ്മളെ ഹല്ലേലൂയ മുന്നോട്ട് നയിക്കുന്ന, അതിനുവേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ശക്തനാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശ്രവിക്കുന്ന എല്ലാവരെയും ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് തന്നെ നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കാരണം നിത്യത നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം ശൂന്യമായി പോകും. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്, നമ്മളെ നിത്യതയിൽ ചേർക്കുക എന്നാണ്. അതുകൊണ്ട് ആ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ ലോകമോഹങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മളിൽ നിന്നും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിശ്വസ്ത ജീവിതം നയിക്കുവാൻ നമുക്കളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പകർന്നിട്ട് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നടന്നവനായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഹല്ലേലൂയ മിനിസ്ട്രി തുടങ്ങിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവിനാൽ ഓരോ ദിവസവും നടക്കുന്നവരായി, ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഹല്ലേലൂയ നിറഞ്ഞവരായി തീരുവാൻ ദൈവം നമ്മളെയൊക്കെ അതിനുവേണ്ടി ഇടയാക്കട്ടെ. അതിനായി നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. അല്പസമയമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ഹല്ലേലൂയ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മാലിന്യമേറിയ ലോകത്ത്, ഹല്ലേലൂയ അനീതി നിറഞ്ഞ ലോകത്ത്, സമാധാനമില്ലാത്ത ലോകത്ത് വിശ്വസ്തയോടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്ന അതിൻ്റെ ഇരട്ടി ശക്തിയെ നമ്മുടെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിനവും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡുകളും ആത്മാവിൻ്റെ നിയന്ത്രണത്തിലും ആത്മാവിൻ്റെ ഗൈഡൻസിലും നടക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ, ഞങ്ങളെ അതിനു വേണ്ടി ഒരുക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അല്പസമയം നമ്മുടെ ഹല്ലേലൂയ അധരങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് തുറന്നുകൊണ്ട് ആ കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സാന്നിധ്യം അനുഭവിക്കുന്നവരെല്ലാവരും ചേർന്ന് നമ്മുടെ കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ നയിച്ചത്, അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നയിക്കുന്നത്, ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ വേണ്ടിയാണ്.
ഹമേ ഹല്ലേലൂയ. ആ ഹല്ലേലൂയ. സാധാരണക്കാരായിരുന്ന ശിഷ്യന്മാർക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക് അങ്ങ് അസാധാരണമായ ധൈര്യം കൊടുക്കുകയും അവരെ ശക്തീകരിക്കുകയും സുവിശേഷത്തിൻ്റെ മുന്നിൽ അവർ മുട്ടുമടക്കാതെ, അധികാരികളുടെ മുന്നിൽ അവർ സുവിശേഷ നിമിത്തം മുട്ടുമടക്കാതെ ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും ആത്മീക ജ്ഞാനത്തോടും കൂടെ അവരെ സംസാരിപ്പാൻ അവരെ ശക്തരാക്കിയെങ്കിൽ കർത്താവേ, ഈ നൂറ്റാണ്ടിൽ ഈ വഷളത്ത് നിറഞ്ഞതായ ഈ സമൂഹത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതിന് ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ദൈനംദിനം നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കിത് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. 1-2 വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ശുശ്രൂഷകനും പ്രഭാഷകനുമായ പാസ്റ്റർ സജോ തോണിക്കുഴി ഇന്നലെ രാത്രി പരസ്യയോഗം കഴിഞ്ഞ് വരുന്ന വഴിക്ക് കാർ നിയന്ത്രണം വിട്ട് നഷ്ടപ്പെട്ട അപകടം സംഭവിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിക്കുകളോടുകൂടി കോലഞ്ചേരി ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നു. ആ പ്രിയ പാസ്റ്ററെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഗുജറാത്ത് സെൻറ്ററിൻ്റെ സഭാ ശുശ്രൂഷകന്മാരായ ടോണി വർഗീസിൻ്റെയും പാസ്റ്റർ ബാബു വർഗീസിൻ്റെയും പിതാവ് ഇന്നലെ രാവിലെ അഹമ്മദാബാദ് ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷന് വിധേയനായി ദൈവജനം പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ 2 ദൈവദാസന്മാരെ നമുക്ക് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സജോ തോണിക്കുഴി ദൈവദാസനെ ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ അപകടത്തെ, ഫേസ് ചെയ്തതായ അപകടം, അത് വ്യസനകാരണമായി തീരാതെ അത്ഭുതകരമായി ദൈവം വിടുവിച്ചു തോർത്ത് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആശുപത്രിയിലായിരിക്കുന്നല്ലോ, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചനകളെ വീണ്ടും അറിയിക്കുന്ന വയൽ പ്രദേശത്ത് ഹല്ലേലൂയ ഒരു ശ്രേഷ്ഠ ദാസനാക്കി തീർക്കുക. ഹല്ലേലൂയ. ദൈവം പ്രിയ പാസ്റ്ററെ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. മുറിവുകളൊക്കെ തക്ക സമയത്ത് ഹല്ലേലൂയ ഉണങ്ങേണ്ടതിന്, ശരീരത്തിൻ്റെ വേദനയിൽ നിന്ന് വിടിവിക്കേണ്ടത് ഹല്ലേലൂയ നാം എല്ലാവരും ചേർന്ന് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിയ പിതാവിനെ ദൈവസന്നിധി സമർപ്പിക്കാം. ഓപ്പറേഷന് വിധേയനായല്ലോ, ദൈവം പൂർണ്ണ ആരോഗ്യവും ബലവും കൊടുക്കേണ്ടതിനും രോഗം പൂർണ്ണ സൗഖ്യമാക്കേണ്ടതിനും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. പ്രിയ പാസ്റ്റർ സജി പാസ്റ്റർ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനർത്ഥം ഹല്ലേലൂയ നേരിട്ടുവെങ്കിലും അത് വ്യസനകരമായി തീരാതെ ദൈവമേ അങ്ങ് കാത്തു പരിപാലിച്ചതിനായ സ്തോത്രം. നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അനേകമാകും, എങ്കിലും അതിൽ നിന്ന് യഹോവ അവരെ വിടിവിക്കുന്നുവെന്ന ദൈവവചനപ്രകാരം കർത്താവ് വിടിവിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, പൂർണ്ണ ആരോഗ്യം പൂർണ്ണ ബലവും ശരീരത്തിന് നൽകി കൊടുക്കണമേ. കർത്താവ്, വേദനയിൽ നിന്നെല്ലാം വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ ആവശ്യങ്ങളോടും ദൈവം കൂടിയിരിക്കണമേ. കർത്താവെ, അതിലുപരി കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിനായി വീണ്ടും ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവ്, ഞങ്ങളുടെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, പൂർണ്ണ സൗഖ്യമായിക്കണമേ. ഹല്ലേലൂയ. ഓപ്പറേഷന് വിധേയനായല്ലോ കർത്താവെ, പൂർണ്ണ സൗഖ്യമായിക്കണമേ. ഹല്ലേലൂയ. പൂർണ്ണ ആരോഗ്യത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരദേഹങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ കർത്താവെ, ഈ 2 പേരും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ തല മുതൽ പാദം വരെയും ദൈവിക സാന്നിധ്യം ഹല്ലേലൂയ അങ്ങ് തൊട്ട് കർത്താവെ, അവരെ സൗഖ്യമാക്കണമേ, അവരെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അവരെ ശുശ്രൂഷിക്കുന്നതായ കരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനെയും അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ, ഇവരെ 2 പേരെ ഒരിക്കൽ കൂടി ദൈവസന്നിധി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ട കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മാനമൂത്വം അങ്ങെടുത്തിരിക്കായ സ്തോത്രം. സർവ്വദേശ ക്രിസ്തു മൂലം കൃപയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെയൊക്കെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വീണ്ടും മഹിമപ്പെടട്ടെ. ഈ അവസരത്തെ തന്ന ഹല്ലേലൂയ ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.